ആ സൂറത്ത് യാസീൻ എല്ലാ ദിവസവും ഓതുന്നത് പുണ്യമാണ്. സൂറത്ത് യാസീൻ മരണം ആസന്നമായവരുടെ സമീപത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. മരിച്ചു കിടക്കുന്ന മയ്യിത്തിനെടുക്കലും അതോതൽ സുന്നത്താണ്. രണ്ടിനും തെളിവ് ഇഖ്റഊ അലാ മൗതാകും യാസീൻ എന്ന ഹദീസ് തെളിവാണെന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ കൊണ്ടുവന്നു വെച്ചത് തുഹ്ഫ എന്ന കിതാബാണ്. അത് 10 വാള്യമാണ്. അത് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ കിതാബാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനിയിൽ ദീനി ഖിദ്മത്ത് ചെയ്ത് ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ പ്രധാന ഗുരുവാണ്. ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ അഹ്മദ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബാണത്. ആ ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ മരണം ആസന്നമായവരുടെ സമീപത്തും മരിച്ച മയ്യിത്തിന്റെ സമീപത്തുമെല്ലാം ഖുർആൻ ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ യാസീൻ സൂറത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് പോകാം. കണ്ണിൽ മരുന്നിട്ടിച്ചു കൊടുക്കുമ്പോൾ കണ്ണ് തുറന്ന് പിടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മൂക്കിന്റെ മുകളിലാവും, കണ്ണിലാവില്ല. ഒരു കടയിൽ പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ കുപ്പി നേരെ പിടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ തീർത്തും തറയമലുണ്ടാവും. ഇതുപോലെ ഖുതുബ ഓതുമ്പോൾ ഖതീബിനെ തന്നെ ശ്രദ്ധിക്കണം. ദർസ് നടത്തുമ്പോൾ ഉസ്താദിന്റെ വായിൽ തന്നെ മുതഅല്ലിമീങ്ങളുടെ ശ്രദ്ധ. വേറെ ഒരു സ്ഥലത്തേക്കും പോകരുത്. ഉസ്താദിന്റെ തൊള്ളയിൽ കിതാബിൽ വേറെ ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. ഇതുപോലെ ഒരാശയം കേൾക്കുമ്പോൾ പറയുന്ന ആളിലേക്ക് മാത്രം ശ്രദ്ധിക്കണം. വേറെ സംഭവങ്ങൾ പലതും നടക്കുമ്പോൾ അങ്ങനെ നടന്നോട്ടെ, അതൊന്നും ഇപ്പം നമുക്ക് ഇല്ലാണ്ടാക്കാനും കഴിയില്ല, ഉണ്ടാക്കാനും കഴിയില്ല. ഈ മൈക്കൊന്ന് കൃത്യമായി തുറന്നാൽ. സുഹൃത്തുക്കളെ, എല്ലാ ദിവസവും രാത്രിയിൽ മഗ്രിബിന്റെ ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് പ്രത്യേകം മോദൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തു തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക്. അതിന് വേറെയും ഒരുപാട് പേരുകളുണ്ട്. ആ 2 സൂറത്തുകളിൽ സൂറത്ത് യാസീനിന്റെ അവസാനം, സൂറത്തുൽ മുൽക്കിന്റെ തുടക്കം, രണ്ടും അല്ലാഹുവിന്റെ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അല്ലാഹുവിന് മാത്രമാണ് അധികാരം, വേറെ ആർക്കും ഇവിടെ ഒരു അധികാരവുമില്ല. ആർക്കെങ്കിലും വല്ല അധികാരങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം റബ്ബ് കൊടുക്കുന്നത് മാത്രമാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ. എല്ലാ നന്മകളും അല്ലാഹുവിങ്കലാണ്, എല്ലാ അധികാരവും റബ്ബിന് മാത്രമാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പ്രസംഗിക്കുമ്പോൾ താടി മുളച്ചിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ താടി മുളച്ചപ്പോൾ ആ താടി മുഴുവനും കറുത്തതായിരുന്നു. ഇപ്പോഴതെല്ലാം വെളുത്തു. പക്ഷേ എന്നോട് സമ്മതം ചോദിച്ചിട്ടല്ലല്ലോ എൻ്റെ താടിരോമം മുളച്ചതും എൻ്റെ താടിരോമത്തിന്റെ കളർ മാറിയതും. എൻ്റെ അനുമതി വാങ്ങിയിട്ടല്ല. കാരണം എൻ്റെ താടിയിലോ എൻ്റെ ശരീരത്തിലോ എനിക്കധികാരമില്ല. അധികാരമുള്ളവൻ അവൻ്റെ അധികാരം നടപ്പാക്കുകയാണ്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഏത് അമേരിക്കയുടെ പ്രസിഡന്റായാലും, ഏത് ചൈനയുടെ പ്രധാനമന്ത്രിയായാലും, ഏത് രാഷ്ട്രത്തിന്റെ അധിപനായാലും അവനവന്റെ ശരീരത്തിൽ ഒരു രാഷ്ട്രത്തലവനും അധികാരമില്ല. അവന്റെ കരളിന് ക്യാൻസർ വരുമ്പോ, അവന്റെ ഹാർട്ട് ഫെയിലാകുമ്പോ,
അവന്റെ കിഡ്നിക്ക് കേടുവരുമ്പോ, അവന്റെ ക്രിയാറ്റിൻ കൂടുമ്പോ, അവന്റെ ബ്രെയിനിന് പ്രശ്നം വരുമ്പോ, അവന്റെ പ്രഷർ വർദ്ധിക്കുമ്പോ, അവന്റെ പ്രഷറാകുമ്പോ, അവിടെയൊന്നും അവനോട് സമ്മതം ചോദിച്ചിട്ടല്ലല്ലോ അവന്റെ ജീവിതത്തിൽ, അവന്റെ ശരീരത്തിൽ പ്രവർത്തനം നടക്കുന്നത്. ആ പ്രവർത്തനം നടത്തുന്നവനാരാണ്? അതവനല്ലെന്നുറപ്പാണ്. ഇനിയോ ലോകത്ത് എത്ര വലിയ ശാസ്ത്രജ്ഞനാണെങ്കിലും ശരി, ആ ശാസ്ത്രത്തിന്റെയും കഥ ഇത് തന്നെയല്ലേ? അവൻ അധികാരമുണ്ടോ? ഇനി നിങ്ങൾ നോക്കൂ, അവൻ ജനിച്ചത് എപ്പോഴാണ്? ഞാൻ ജനിച്ചത്, എനിക്ക് നല്ല താല്പര്യമുണ്ടായിരുന്നു തിങ്കളാഴ്ച ജനിക്കണമെന്ന്. പക്ഷേ ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച ആയില്ല. എന്തേ കാരണം? ജനിക്കേണ്ട ദിവസം തീരുമാനിക്കാൻ എനിക്ക് അധികാരമില്ല. ഇനിയോ സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, സിറാജുൽ ഹുദയിലേക്ക് ഞാൻ എൻ്റെ സ്വത്ത് മുഴുവനും തരികയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ തീർത്തും കൊടുക്കണ്ട, കുറച്ചവിടെ വെക്കണം. അവസാനം അദ്ദേഹം നിർബന്ധിച്ചു. എന്നിട്ടും ഞാൻ വകവെച്ചു കൊടുത്തില്ല. വീടും 10 സെന്റ് സ്ഥലവും അവിടെ വെച്ചു. ബാക്കി അദ്ദേഹത്തിന് കൊടുക്കാൻ സൗകര്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉംറക്ക് പോകാൻ 1,00,000 ഉറുപ്പിക വേണം. അത് ഞാൻ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉംറക്ക് പോയാൽ അവിടുന്ന് മരിക്കണം. ഞാൻ പറഞ്ഞു, അതെന്റെയോ നിങ്ങളുടെയോ അധികാരത്തിലല്ല. എവിടെ വെച്ച് മരിക്കണമെന്നത് തീരുമാനിക്കുന്നവൻ ഞാനല്ല, നിങ്ങളല്ല. എപ്പോൾ മരിക്കണമെന്ന് തീരുമാനിക്കുന്നവൻ ഞാനല്ല, നിങ്ങളല്ല. അത് റബ്ബ് തീരുമാനിച്ച സ്ഥലത്ത് വെച്ച് അവൻ തീരുമാനിച്ച സമയത്ത് മരിക്കും. ഒരാൾ ഉദ്ദേശിച്ചത് കൊണ്ട് മരിച്ചോളണം എന്നില്ല. അദ്ദേഹം ഉംറക്ക് പോയി സുഖസുന്ദരമായി തിരിച്ചു വന്നു. ദിവസം കുറെ കഴിഞ്ഞു, അല്ലെങ്കിൽ മാസം കുറെ കഴിഞ്ഞു, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നാണ്. അല്ലാഹു അദ്ദേഹത്തിന് ഖബറിൽ സന്തോഷം നൽകട്ടെ. ആർക്കാണ് ഇവിടെ മരിക്കുന്ന ദിവസം തീരുമാനിക്കാൻ അധികാരമുള്ളത്? ആർക്കാണ് ഇവിടെ ജനിക്കുന്ന ദിവസം തീരുമാനിക്കാൻ അധികാരമുള്ളത്? ഏത് യുക്തിവാദിയോ നിരീശ്വരവാദിയോ അവന് തീരുമാനിക്കാൻ അധികാരമുണ്ടോ അവന്റെ ജന്മദിനം? അവന് തീരുമാനിക്കാൻ അധികാരമുണ്ടോ അവന്റെ മരണദിനം? ഇനിയോ അവനുള്ളത് എന്താണെങ്കിലും ശരി, എത്ര കാതുള്ളവരുണ്ട് പക്ഷേ കേൾവി ശക്തിയില്ല. എത്ര കണ്ണുള്ളവരുണ്ട് അവർക്ക് കണ്ണിന് കാഴ്ച ശക്തിയില്ല. എത്ര കൈയുള്ളവരുണ്ട് അവർക്ക് കൈക്ക് ശക്തിയില്ല. കാലുണ്ട് പക്ഷേ നടക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ വന്നാൽ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, മനസ്സുകളുണ്ട്, ഹൃദയങ്ങളുണ്ട്, ബ്രെയിനുണ്ട്, പക്ഷേ ചിന്തിക്കാൻ കഴിയുന്നില്ല. ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അവനാണല്ലോ അല്പവും ബുദ്ധിയില്ലാത്ത യുക്തിവാദി. അവനാണല്ലോ അല്പവും ബുദ്ധിയില്ലാത്ത ഇസ്ലാമിക വിരോധി. ഓ മുസ്ലിം സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. ഒരു മനുഷ്യന് ശരിയായ വിശ്വാസമുണ്ടെങ്കിൽ യജമാനനായ റബ്ബ് അവന് രാത്രിയും പകലും ഒരുപോലെയാണ്. അവൻ ആളുകളുള്ള സ്ഥലവും ഇല്ലാത്ത സ്ഥലവും ഒരുപോലെയാണ്. അവൻ കാണാത്തതില്ല, അവൻ കേൾക്കാത്തതില്ല. സമീഉം ബസീർ. അവന്റെ കാഴ്ച മറ്റൊരാൾ കൊടുത്തിട്ടുള്ള കാഴ്ചയല്ല. അവന്റെ കേൾവി വേറെ ഒരാൾ കേൾപ്പിച്ചിട്ടുള്ള കേൾവിയല്ല. അവൻ കേൾക്കാത്തതൊന്നുമില്ല, കാണാത്തതൊന്നുമില്ല. സ്വന്തമായി ഉള്ളവനാണവൻ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമുഹു ബിന്നഫ്സി വഹ്ദാനിയ മുനസ്സഹുൻ ഔസാഫു സനിയ. ആ യജമാനനായ റബ്ബ് എന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ കാണുന്നു, കേൾക്കുന്നു. ആ യജമാനനായ റബ്ബ് അവനല്ലാതെ കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ല. അവൻ ഉദ്ദേശിക്കാത്തത് ഒരാൾക്കും നേടാൻ കഴിയൂല. അവൻ ഉദ്ദേശിച്ചതോ ആർക്കും നഷ്ടപ്പെട്ടു പോകൂല. ഞാനതിപ്പോൾ വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ഫറോവ ചക്രവർത്തി എന്ന് പറയുന്ന ഫിർഔൻ,
ആ ഫിർഔൻ ഒരു തീരുമാനമെടുത്തു, ചെറിയ പിഞ്ചുമക്കളെ മുഴുവനും കൊന്നുകളയണം. എന്തിനാണത്? അവന്റെ അധികാരം നിലനിൽക്കാൻ അത് ആവശ്യമാണെന്നവന് തോന്നി. കാരണം ഒരു കുട്ടിയുടെ ജന്മം അവന്റെ നാശത്തിന് കാരണമാകുമെന്നാരോ പറഞ്ഞു. അവന്റെ ഒരു വിഡ്ഢിത്തം നോക്കൂ നിങ്ങൾ. അവൻ ഒരുപാട് ചെറിയ പിഞ്ചുമക്കളെ കൊന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷേ അവന്റെ നാശത്തിന് കാരണമാകുന്ന കുട്ടിയെ അല്ലാഹു ജല്ല ജലാലുഹു, അത് മൂസാ നബി അലൈഹിസ്സലാമാകുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ അല്ലാഹു അവന്റെ കൊട്ടാരത്തിൽ അവന്റെ കൺമുമ്പിൽ പ്രസവിച്ച അടുത്ത സമയം തന്നെ എത്തിച്ചു. ആ കുട്ടിയെ കൊല്ലാൻ അവന് തോന്നിയില്ല, ആ കുട്ടിയെ പോറ്റാനാണ് അവന് തോന്നിയത്. ആരാണിവിടെ? മനുഷ്യന്റെ ഉദ്ദേശങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആരാണ്? വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. നിങ്ങൾ ആരെന്തുദ്ദേശിക്കണമെങ്കിലും അല്ലാഹു ഉദ്ദേശിക്കണം. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യം ഉദ്ദേശിക്കാൻ പോലും ആർക്കും കഴിയില്ല. ഫറോവ ചക്രവർത്തിക്ക് തോന്നിയത് കുട്ടിയെ പോറ്റണമെന്നാണ്. ആ കുട്ടിക്ക് മുല കൊടുക്കാൻ പറ്റുന്ന സ്ത്രീകളെ തെരഞ്ഞ് തെരഞ്ഞ് അവസാനം കിട്ടിയത് മൂസാ നബിയുടെ ഉമ്മയാണ്. പക്ഷേ ഉമ്മയാണെന്നറിയില്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയോട് മുല കൊടുക്കാൻ ഫിർഔൻ ആവശ്യപ്പെടുന്നു. അതിന് നല്ല സംഖ്യ ആ ഉമ്മക്ക് കൂലിയും കൊടുക്കുന്നു. അങ്ങനെ അല്ലാഹു തആല ഉദ്ദേശിച്ച കുട്ടിയെ ആ ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലിട്ട് സ്വന്തം ഉമ്മയെ കൊണ്ട് മുല കൊടുപ്പിച്ച്, ആ സ്വന്തം ഉമ്മ മുല കൊടുക്കുന്നതിന് പകരം ഫിർഔനിനെ കൊണ്ട് ശമ്പളം കൊടുപ്പിച്ചു. ആ കുട്ടി ജനിച്ചു, വളർന്നു. അതേ ആ കുട്ടി തന്നെ അവസാനം ഫിർഔനിന്റെ മുങ്ങി മരണത്തിന് കാരണമായില്ലേ? റബ്ബിന്റെ തീരുമാനം മറികടക്കാൻ കഴിയുന്ന ആരെങ്കിലുമുണ്ടോ? സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ. എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഏറ്റവും മഹാനായ രാജാവ് അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അഹ്മദ് ഇബ്നു ഖദർവി റളിയല്ലാഹു അൻഹു എൻ്റെ വീട്ടിൽ കള്ളം കയറി. ഒട്ടാകെ തെരഞ്ഞു നോക്കി, വല്ലതും കിട്ടുമെന്നൊന്നുമില്ല. ഇത് ഈ മഹാനവറുകൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കാണുന്നുണ്ട്. ഒന്നും പറഞ്ഞില്ല. ഒന്നും കിട്ടാതെ നിരാശനായി മടങ്ങിപ്പോവാണ്. അപ്പോ അഹ്മദ് ഇബ്നു ഖദർവി റളിയല്ലാഹു അൻഹു കള്ളനെ വിളിച്ചു. സുഹൃത്തെ, പോല്ലാന്ന്. ഒന്നും കിട്ടിയില്ലല്ലേ? എൻ്റെ വീട്ടിലോളം വന്നിട്ട് നിങ്ങൾ ഒന്നും കിട്ടാതെ മടങ്ങിപ്പോകുന്നില്ല, എനിക്ക് വിഷമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോകല്ല. അവിടെ കിണറുണ്ട്, അവിടുന്ന് കുറച്ച് വെള്ളം കോരിയിട്ട് ഒതു എടുത്തിട്ട് നന്നായിട്ട് നിസ്കരിക്കുക. രാത്രി നേരം വെളുക്കോളൂ നിസ്കരിക്കുക. നാളെ നേരം വെളുത്തിട്ട് അല്ലാഹു തആല എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തരും. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് വെറുതെ മടങ്ങിപ്പോകുന്നതിന് വിഷമുണ്ട്. അള്ളാഹുവിൽ ലയിച്ച മഹാന്മാർ, അവരുടെ മനസ്സ് എത്ര ലോലമാണ്, എത്ര ലോലമാണ് അവരുടെ മനസ്സ്. അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി, എന്നാ അയാൾ പറഞ്ഞ പോലെ ചെയ്യാൻ തോന്നി. ഓതുകൊടുത്ത് നിസ്കാരം തുടങ്ങി. നേരം വെളുക്കുന്നവരെ നിസ്കരിച്ചു. നേരം വെളുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ഒരാൾ വന്നു. 100 സ്വർണ്ണ നാണയം ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഖദർവി റളിയല്ലാഹു അൻഹുവിന് ഹദിയ കൊടുത്തു. ഉടനെ തന്നെ കള്ളനെ വിളിച്ചു. മോനെ, ഇതാ 100 ദീനാർ കിട്ടി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നീ കൊണ്ടുപോയിക്കോ. അപ്പൊ ഈ കള്ളന് തോന്നി, നല്ല പരിപാടി. ഒരു ദിവസം ഞാൻ നിസ്കരിച്ചപ്പോ ഇത്രയും കിട്ടിയെങ്കിൽ ഇനി ഇങ്ങോട്ട് എപ്പോഴും നിസ്കരിച്ചൂടെ? ഒരു ഉപദേശം ഞാൻ ഒരു മഹാന്റത് കേട്ടപ്പോ എനിക്ക് ഇത്രയും വലിയ ഫലം കിട്ടിയെങ്കിൽ പിന്നെ എനിക്ക് ഈ മഹാന്റെ ഉപദേശം തന്നെ ഇനി അങ്ങോട്ട് എപ്പോഴും സ്വീകരിച്ചൂടെ? ഓ അഹ്മദ് ഇബ്നു ഖദർവി തങ്ങളെ, എന്റെ ജീവിതം ക്രമീകരിക്കാൻ ആവശ്യമായ ഉപദേശം വേണം, നിർദ്ദേശം വേണം. ഇനി ഞാൻ നിങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ച് ജീവിക്കാനാണ് എൻ്റെ തീരുമാനം. ആ കള്ളൻ തൗബ ചെയ്തു.
നന്നായിപ്പോയി. ദഅവത്ത് നടത്തുന്ന മഹാന്മാർ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അവർ അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് അവരുടെ സ്വഭാവം വിശേഷണത്തിലൂടെയാണ്, സ്വഭാവ നന്മയിലൂടെയാണ്. അവർക്ക് ദുന്യാവിന് വിലയില്ല, അവരുടെ വില ആഖിറത്തിനാണ്, പടച്ചവന്റെ പൊരുത്തത്തിനാണ്. കാരണം അതിനല്ലേ നിലനിൽപ്പുള്ളൂ. ഈ ലോകത്തിന് നിലനിൽപ്പില്ലല്ലോ. ഇവിടെ ഒരാൾക്ക് അല്ലാഹു നിശ്ചയിച്ചത് എന്തായാലും ലഭിക്കും, നിശ്ചയിക്കാത്തത് ലഭിക്കൂല. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും, നിങ്ങളെ ശരീരത്തിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും, ആർക്കെന്ത് രോഗം വരുന്നുണ്ടെങ്കിലും, ആര് മരിക്കുന്നുണ്ടെങ്കിലും ജനിക്കുന്നുണ്ടെങ്കിലും, ഭൂമിയിൽ ഇവിടെ എന്തെന്ത് നടക്കുന്നുണ്ടെങ്കിലും, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അത് നടപ്പാക്കുന്നതിന് മുമ്പ് മുഴുവനും നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ രേഖപ്പെടുത്തി വെച്ചതല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. അത് റബ്ബിന് വളരെ സിമ്പിളാണ്, എല്ലാം റിക്കാർഡാണ്. ആ റബ്ബ് എന്തിനാണിത് നമ്മളെ പഠിപ്പിച്ചത്? അല്ലാ തസൗ അലാ മാ ഫാതകും വലാ തഫറഹൂ ബിമാ ആതാകും. നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ടെൻഷൻ അടിക്കണ്ട, ഏത് രോഗം വന്നാലും ടെൻഷൻ അടിക്കണ്ട, ആര് മരിച്ചാലും ടെൻഷൻ അടിക്കണ്ട, ഏത് കച്ചവടം പൊളിഞ്ഞാലും ടെൻഷൻ വേണ്ട, എന്തു തന്നെ കിട്ടിയാലും അഹങ്കരിക്കണ്ട, പുളകം കൊള്ളണ്ട. അതെല്ലാം യജമാനൻ നേരത്തെ തീരുമാനിച്ച് റിക്കാർഡാക്കിയ കാര്യങ്ങൾ അപ്പോൾ നടപ്പാക്കുകയാണ്. എനിക്കും നിനക്കും ഒരധികാരവുമില്ല. ബിയദിഹി മലകൂതു കുല്ലി ശൈ, സർവ അധികാരവും അല്ലാഹുവിന് മാത്രമാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഞാനൊരു മനുഷ്യൻ്റേത് കട്ടെടുക്കുമ്പോൾ അത് റബ്ബ് കാണുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ. ആ ഒരു ചിന്ത ഖൽബിലുള്ള ഒരു മനുഷ്യന് കളവ് നടത്താൻ കഴിയുമോ? അവനാരും അറിയാതെ, സ്വന്തം ഭാര്യ അറിയാതെ, ഭാര്യയുടെ പിതാവും അളിയനും അറിയാതെ, അതേ സ്വന്തം മക്കൾ അറിയാതെ, സ്വന്തം ബാപ്പ ഉമ്മ അറിയാതെ വേറൊരു പെണ്ണുമായി ചാറ്റ് ചെയ്യാൻ കഴിയുമോ? മറ്റൊരു സ്ത്രീയുമായി തെറ്റായ ബന്ധം പുലർത്താൻ കഴിയുമോ? ഇതുപോലെ വേറെ ഒരു പുരുഷനുമായി ടെലിഫോൺ ചെയ്ത് അതേ തെറ്റായ രൂപത്തിൽ സംസാരിക്കാൻ കഴിയുമോ? അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമുള്ളവർക്ക് റബ്ബ് കാണാത്തതില്ലല്ലോ, അവൻ കേൾക്കാത്തതില്ലല്ലോ, അവൻ അറിയാത്തതില്ലല്ലോ എന്ന വിശ്വാസമല്ലേ അവനെ നിയന്ത്രിക്കുന്നത്. ഇതുപോലെ അതാ സ്വന്തം ഒന്നായി ബിസിനസ് നടത്തുമ്പോ വേറെ ഒരാളെ ചതിച്ചുകൊണ്ട്, മുതലാളിയെ ചതിച്ചുകൊണ്ട് തൊഴിലാളിക്ക് വല്ലതും കീശയിൽ എടുക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ വേതനം കൊടുക്കാതെ സ്വന്തത്തിലുള്ള സമ്പാദ്യത്തിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുമോ? വല്ലപ്പോഴും അതാ ഒന്നിച്ച് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്വന്തം കഫീലിനെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരുത്തന് ഷെയറുള്ള ബിസിനസ്, അത് ആ ഷെയറുകാരൻ അവന്റെ അവകാശം കൊടുക്കാതെ സ്വന്തം പേരിലാക്കി മാറ്റിയിട്ട് അവന്റെ സ്വന്തം സ്വത്താക്കി മാറ്റാൻ യജമാനനായ റബ്ബിൽ ഉറച്ച വിശ്വാസമുള്ളവന് ധൈര്യം വരുമോ? ഏത് തെറ്റുകൾ ചെയ്യുന്നതും യഥാർത്ഥത്തിൽ ഈമാനിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ലേ. ഈമാനിന് ശക്തിയുള്ളവന് തെറ്റുകൾ ചെയ്യാൻ കഴിയുമോ?
ആ ഈമാനിന് എത്രത്തോളം ശക്തി കൂടുതലുണ്ടോ അത്രത്തോളം മനുഷ്യൻ തെറ്റുകളിൽ നിന്ന് മാറി ജീവിക്കും, തെറ്റുകൾ വരുന്നതിനെ സൂക്ഷിക്കും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ദർസിലേക്ക് ഒരു മുതഅല്ലിം വന്നു. മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്നാണ് പേര്. റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് വലിയ പണ്ഡിതനാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ചർച്ചയിൽ പങ്കെടുത്ത മഹാനാണ്. ആ മുഹമ്മദ് ഇബ്നുൽ ഹസൻ തങ്ങൾ പക്ഷേ ദർസിൽ വരുമ്പോ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ഒരു കുട്ടിയാണ്. അബൂ ഹനീഫ തങ്ങൾ ചിന്തിച്ചു, ഈ കുട്ടിയുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണല്ലോ. പലപ്പോഴും നമ്മൾ ചിന്തിക്കൂല, താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്. ഒരു മുസ്ലിയാർ താടിയും തലപ്പാവും നീളക്കുപ്പായും ഒക്കെ ധരിച്ച് അപ്പുറത്തെ വീട്ടിലുള്ള ഒരു ചെറിയ പെൺകുട്ടിയെ, ആ പെൺകുട്ടിയുടെ കൈപിടിച്ചൊരു മുസ്തഹാത്തായ കണ്ടാൽ വികാരത്തിന് സാധ്യതയുള്ള ഒരു പെൺകുട്ടിയുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്താൽ എല്ലാവരും പറയും പച്ച ഹറാമ് ചെയ്ത മുസ്ലിയാർ. എന്നാ ഞാൻ പറയട്ടെ, അതുപോലെ തന്നെ ഹറാമല്ലയോ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യലും ഹറാമല്ലയോ? അത് ഫത്ഹുൽ മുഈനിലില്ലയോ? ഈ തുഹ്ഫയിലില്ലയോ? സർവ്വ കിതാബുകളിലുമില്ലയോ? എന്തേ ജനങ്ങൾ അതിനെ സംബന്ധിച്ച് വില വെക്കാത്തത്? ആ ഹറാമ് ചെയ്യുമ്പോഴും അള്ളാഹു കാണുന്നില്ലയോ? ഏത് ഹറാമ് ചെയ്യുമ്പോഴും അള്ളാഹുവിനെ ഭയപ്പെടുന്നവന് ധൈര്യം വരൂല, അവൻ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നില്ല അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സ്വന്തം ശിഷ്യനാണ്. എന്നാൽ അത് പോരാ, പിന്നെയോ അതിൻ്റെയും അപ്പുറത്തൊരു കാര്യമുണ്ടല്ലോ. അത് വലിയ ഈമാനും തഖ്വയുമുള്ളവർക്ക് കിട്ടുന്ന സമ്മാനമാണ്. അത് വറഅോടുകൂടിയുള്ള ജീവിതമാണ്, സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതമാണ്. അതൊന്ന് വേറെയാണ്. അതാണല്ലോ ശരിയായ തഖ്വ. ഇമാം അബൂ ഹനീഫ തങ്ങൾ ഒരു ദിവസം അവിടുത്തെ തുണിയിലേക്ക് അല്പം ചളി തെറിച്ചുപോയി. അതിൽ നജസുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല. അത് കഴുകാൻ വേണ്ടി ടൈഗ്രീസ് നദിയിലേക്ക് ഇറങ്ങി വളരെ ബുദ്ധിമുട്ടി കഴുകുന്നത് കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു, ഓ ഇമാമവറുകളെ, നിങ്ങളെ മദ്ഹബനുസരിച്ച് അതാ വസ്ത്രത്തിന്റെ 4-1 നജസായാൽ അതിന് വിട്ടുവീഴ്ചയുണ്ടെന്നല്ലേ? പിന്നെ നിങ്ങൾ എന്തിനിത്ര പ്രയാസപ്പെട്ട് ചളി കഴുകാൻ പോകണം? മഹാനവറുകൾ പറഞ്ഞു, അതേ ദാലിക മിനൽ ഫത്വാ വഹാദാ മിനത് തഖ്വാ. അത് കർമ്മശാസ്ത്ര നിയമം പറയുമ്പോൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായതനുസരിച്ചുള്ള ഫത്വയാണ് പറഞ്ഞത്. ഹാദാ മിനത് തഖ്വാ, ഇത് തഖ്വയിൽ പെട്ടതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അതേ സംശയമുള്ളതും കൂടി ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിതമാണ്. ആ തഖ്വയാണ് ഞാൻ ഇത്രയും പ്രയാസപ്പെട്ട് കഴുകുന്നത്. ആ നിലയ്ക്ക് തഖ്വയിൽ വലിയ പാരമ്യതയിലെത്തിയ മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങളെ തീരുമാനം, പഠിപ്പിക്കുന്ന കുട്ടി ഭംഗിയുള്ള ആൺകുട്ടിയാണെങ്കിൽ ആവശ്യത്തിന് കാണുന്നതിന് വിരോധമില്ലെന്നാണ് ഫിഖഹിന്റെ നിയമമെങ്കിലും ഞാൻ ആ ചെറുപ്പക്കാരനായ കുട്ടിയെ കാണാതെ ദർസ് നടത്തണമെന്ന് ചിന്തിച്ചു, തീരുമാനിച്ചു. മോനെ, നീ തൂണിന്റെ അപ്പുറത്തിരുന്ന് എൻ്റെ ക്ലാസ് കേൾക്കണം. മഹാനായ മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു എന്ന ചെറിയ കുട്ടി പ്രായത്തിൽ ആ ചെറുപ്പക്കാരൻ തൂണിന്റെ അപ്പുറത്തിരുന്ന് ദർസ് കേട്ടു. കാലം കുറെ കഴിഞ്ഞതിന് ശേഷം അബൂ ഹനീഫ തങ്ങൾക്ക് അതാ കുറെ ചീർപ്പുകൾ ഹദിയ ലഭിച്ചു. ആ ചീർപ്പ് മുഴുവനും മുതഅല്ലിമീങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ്, മുതിർന്ന മുതഅല്ലിമീങ്ങൾ. കാരണം താടിവാരൽ സുന്നത്താണ്, അതേ മുടിവാരൽ സുന്നത്താണ്. അതുപോലെ കണ്ണാടി നോക്കൽ നബി തങ്ങളെ പതിവാണ്. വൃത്തിയോടെയല്ലേ മനുഷ്യൻ ജീവിക്കേണ്ടത്, നല്ല വസ്ത്രമല്ലേ ധരിക്കേണ്ടത്, അതേ വൃത്തിയോടെയല്ലേ ജീവിക്കേണ്ടത്. മൻ താബ റീഹുഹു സാദ അഖ്ലുഹു മൻ നദഫ സൗബുഹു ഖല്ല ഹമ്മുഹു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ,
അതാ നല്ല നീറ്റുള്ള വസ്ത്രം ധരിച്ചാൽ ടെൻഷൻ കുറയും, നല്ല വാസനയുണ്ടായാൽ ബുദ്ധി വർദ്ധിക്കും. അപ്പൊ മനുഷ്യൻ ഈങ്ങിച്ചടച്ചല്ല ജീവിക്കേണ്ടത്, അതുപോലെ നാറുന്ന വിധത്തിലല്ല ജീവിക്കേണ്ടത്. നമ്മുടെ പരിസരങ്ങൾ വൃത്തിയുള്ളതാകണം, വീട്ടിന്റെ പരിസരം വൃത്തിയുള്ളതാകണം, പള്ളിയുടെ പരിസരം വൃത്തിയുള്ളതാകണം, മൂത്രപ്പരകൾ വൃത്തിയുള്ളതാകണം, നമ്മൾ കിടക്കുന്ന സ്ഥലം വൃത്തിയുള്ളതാകണം. അത് ഈമാനുള്ളവൻ ചിന്തിക്കേണ്ട അവന്റെ നടപടിക്രമങ്ങളിൽ പെട്ടതാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കിട്ടിയ ചീർപ്പുകളൊക്കെ ഹദിയ കൊടുക്കുന്നതിനിടയിൽ എല്ലാവർക്കും കൊടുത്തു, മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്ന കുട്ടിക്ക് കൊടുത്തില്ല. ഉസ്താദേ മുഹമ്മദിന് കിട്ടിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു, മുഹമ്മദിന് താടി മുളച്ചിട്ടില്ലല്ലോ, അവൻ എന്തിനാണ് മക്കളെ ചീർപ്പ്? അപ്പോഴാണ് ബാക്കിയുള്ള കൂടെയുള്ള കുട്ടികൾ പറയുന്നു, അവന് താടി മുളച്ചിട്ട് കാലം കുറെ ആയല്ലോ ഉസ്താദേ. പക്ഷെ ഇമാം അബൂ ഹനീഫ തങ്ങൾ വിവരമറിഞ്ഞിട്ടില്ല. ദിവസേന ദർസിൽ പങ്കെടുക്കുന്ന കുട്ടിയാണ്, പക്ഷേ മുഖത്തേക്ക് നോക്കാറില്ല. അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിച്ച് ഈമാൻ അത് ശരിക്കും രൂഢമൂലമായി ഉന്നത സ്ഥാനത്തെത്തിയാൽ സൂക്ഷ്മത വളരെ കൂടുതലാണ്. അങ്ങനെയല്ലേ ഈമാനിന്റെ അവസ്ഥ? ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്ന ചരിത്രത്തിലേക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് അതാ തുഅമത്ത് ഇബ്നു ഉബൈറക്ക് ഒരു കളവ് നടത്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിന് വേണ്ടതുപോലെയുള്ള ഈമാനില്ല. ഈമാനുണ്ടെങ്കിൽ അയാൾ കക്കാൻ പോകൂലല്ലോ, അള്ളാഹു കാണുമെന്ന ധാരണ ഉണ്ടാകൂലേ. കട്ടെടുത്ത സാധനം കൊണ്ടുപോയി ഒരു യഹൂദിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചു. എന്നിട്ടോ കളവ് നടന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച വന്നു. ഇവൻ പറഞ്ഞു, ഞാനല്ല കട്ടത് ആ കളവ് സ്വത്ത് എവിടുന്നാണോ കിട്ടുന്നത് അവിടെയാണ് അവനാണ്. അങ്ങനെ ഒരു അമുസ്ലിം സഹോദരന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചു. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കുറേ ആയത്തുകൾ ഇറക്കി. ഓ നബിയേ, അവൻ കള്ളം പറയുന്നവനാണ്, കട്ടതവനാണ്. അതേ സമയത്ത് നിരപരാധിയായ മുസ്ലിമിന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുകയാണ്. അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല എന്നറിയിക്കുന്ന നിരവധി ആയത്തുകൾ ഖുർആനിൽ അള്ളാഹു ഇറക്കിയപ്പോൾ അവന്റെ കൈമുറിക്കാൻ ഓർഡർ ചെയ്തപ്പോൾ അവൻ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒളിച്ചോടിപ്പോയി. മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയി. കാരണം മദീന ശരീഫും പരിസരവും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭരണത്തിലുള്ള രാഷ്ട്രമാണ്. മക്കയുടെ ഭരണം അന്ന് ലഭ്യമായിട്ടില്ല. അവൻ അവിടേക്ക് ഓടിപ്പോയി. അവൻ രാജ്യം വിട്ടു. അവൻ അവിടെ നിന്ന് അവന്റെ മുൻ പതിവ് പോലെ കളവ് നടത്താൻ പോയി. ഒരു വീട് തുറന്നു. ആ വീട്ടിലേക്ക് കളവിന് വേണ്ടി കടക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തലയങ്ങോട്ടിട്ടു. ബാക്കി ഉടലും കൂടി പ്രവേശിപ്പിക്കാൻ നോക്കുമ്പോ ആ തുരന്ന ചുമര് അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴോട്ട് വീണു. അങ്ങനെ തല അപ്പുറത്തും ഉടലി ഇപ്പുറത്തുമായി പല്ലി ചാകുന്നത് പോലെ ചത്തുപോയി. അത് തുഅമത്ത് ഇബ്നു ഉബൈറഖ്. അവൻ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഓടിപ്പോയത് ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുമ്പേ അവൻ നല്ല മുസ്ലിമായിരുന്നു എന്നാ? അല്ല, പണ്ടെണ്ണോൻ ആ ജാതിയാണ്. ഏതൊരാൾ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു എന്ന് പറയുന്നുണ്ടോ അവരെല്ലാം ഇതേ മോഡലായിരിക്കും. നേരത്തെ തന്നെ വിശ്വാസം ഉണ്ടാവില്ല. അങ്ങനെയുള്ള മുനാഫിക്കുകളായിരിക്കും. അവർ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് പ്രഖ്യാപിക്കും. അങ്ങനെ പ്രഖ്യാപിച്ച ഒരുത്തന്റെ സംഭാഷണം ഞാൻ കേട്ടു എന്നാ ഞാൻ പറഞ്ഞു. അവൻ സംഭാഷണത്തിൽ പറയാണ്, അവന് പേര് വെച്ചിരിക്കുന്നു എക്സ് മുസ്ലിം. അപ്പൊ ഏതോ ഒരാൾ പറഞ്ഞു, ഒരു നല്ല സാധനം ചീത്തയാൽ ആദ്യത്തെ പേര് പിന്നുണ്ടോ കൂട്ടിപ്പറയല്? കാരണം നമ്മൾ നല്ല ബിരിയാണി കഴിച്ചു, പിറ്റേന്ന് നേരം വെളുത്തപ്പോ
പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോയി ബിരിയാണിക്ക് പിന്നെ പേരെന്താ, എക്സ് ബിരിയാണി അല്ലല്ലോ, പിന്നെ അതിന്റെ പേര് നജസിന്റെ പേരല്ലേ. അതുപോലൊരു നല്ല സാധനം ചീത്തയായാൽ പിന്നെ ആദ്യത്തെ നല്ല സാധനത്തിന്റെ പേരുണ്ടോ പിന്നെ പറയല് എന്നൊരു സാധാരണക്കാരൻ ചോദിച്ചു. അപ്പൊ ഇവൻ പറയാണ് അതങ്ങനെ തന്നെയാണ്. ഒരു സാധനം വെടക്കാണ് മനസ്സിലായിട്ട് കൈയൊഴിച്ചിക്ക് പോന്നാൽ പിന്നെയും പേര് പറയുമ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത് പറയും. എന്നിട്ട് അവൻ തന്നെ അവന്റെ നാവുകൊണ്ട് പറയാണ്. ഏതുപോലെ അവൻ പറയാണ്, മുമ്പൊരുത്തൻ കള്ളുകുടിയനായിരുന്നു, കള്ള് വളരെ മോശമാണെന്ന് മനസ്സിലാക്കി, മദ്യപാനം മോശമാണെന്ന് മനസ്സിലാക്കി, അത് ഒഴിവാക്കി വന്നാൽ പിന്നെ അവനെ പറ്റി മുൻ മദ്യപാനി എന്നാ പറയാന്ന്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ചു അവൻ്റെ ഒരു ബുദ്ധി. ഒരുത്തൻ കള്ളുകൂടി വളരെ മോശമാണെന്ന് മനസ്സിലാക്കി കള്ളുകൂടി നിർത്തി തോപ ചെയ്തിങ്ങ് പോന്ന പിന്നെ അവൻ അവന്റെ അഡ്രസ്സ് എഴുതുമ്പോ വേറെ ആർക്കും പറഞ്ഞു വരും, അവൻ അവന്റെ അഡ്രസ്സ് എഴുതുവൻ മുൻ മദ്യപാനി ഇന്ന ആൾ എഴുതുന്നു എന്ന് എഴുതുവോ? അതുപോലെ തന്നെ കളവ് നടത്തി പരിചയപ്പെട്ട ഒരാൾ കളവ് നിർത്തി നന്നായാൽ മുൻ കള്ളൻ എന്ന് അവന്റെ അഡ്രസ്സിൽ അവൻ എഴുതുവോ? അതുപോലെ മുൻ തെമ്മാടിത്തം ചെയ്തവൻ പിന്നീട് അഡ്രസ്സ് എഴുതുമ്പോൾ എഴുതുവോ? എഴുതൂല. ഏത് ബുദ്ധിക്കാ മനസ്സിലാകാത്തത്? പക്ഷേ ഇസ്ലാം എന്ന് രാജിവെച്ചു എന്ന് പറയുന്ന കക്ഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം ലോകത്ത് ഏറ്റവും ബുദ്ധിഹീനന്മാരായിരിക്കും എന്നതിന് ഒരു ചെറിയ സാമ്പിൾ മാത്രം പറഞ്ഞതാണ് ഞാനിത്. ബുദ്ധിയുള്ളവനോ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك. ലോകത്തെ സംബന്ധിച്ച് ആര് ചിന്തിക്കാൻ ഒരുങ്ങിയാലും ലോകത്തുള്ള ഏത് കാര്യം ചിന്തിച്ചാലും അവനവന്റെ സ്വന്തം ശരീരത്തെക്കുറിച്ച് ആലോചിച്ചാലും ഏത് മനുഷ്യനും ചിന്തിക്കുന്നവനാണോ അവൻ അറിയാൻ കഴിയും ഇത് മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ച് വരുന്നൊരു രാജാവുണ്ട്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ നിഷേധിക്കാൻ ബുദ്ധിയുള്ളവന് കഴിയൂല. അതുകൊണ്ടാണല്ലോ ബഹുഭൂരിപക്ഷം ശാസ്ത്രജ്ഞന്മാരും ദൈവവിശ്വാസികളാണ്, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ദൈവവിശ്വാസികളാണ്. പടച്ചവരില്ലെന്ന് പറയാൻ അവർക്കൊന്നും കഴിയുന്നില്ല. കാരണം എന്തുകൊണ്ട്? ബുദ്ധി നേർക്ക് നേരെ ഉള്ളവരാണോ ലോകത്തിന്റെ സൃഷ്ടാവിനെ അറിയാതെ നിർവാഹമില്ല. അഥവാ അറിയേണ്ടതുപോലെ അറിയാൻ ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും ലോകത്തിനൊരു സൃഷ്ടാവുണ്ടെന്നറിയാതെ നിർവാഹമില്ല. ആ ലോക സൃഷ്ടാവായ റബ്ബ് അവനല്ലേ എല്ലാം തന്നവൻ. സുബ്ഹാനല്ലാഹ്, കുടിക്കാൻ എനിക്ക് വെള്ളം വേണം, ഇത് ഓരോ സെക്കൻഡിലും എനിക്ക് ആവശ്യമില്ല, ഇടക്കിടക്ക് കുടിക്കേണ്ടി വരും. എനിക്ക് കഴിക്കാൻ ഭക്ഷണം വേണം, അത് എനിക്ക് ഇടക്കിടക്ക് ഭക്ഷണം വേണ്ട, 2-3 സമയം മതി. എന്നാൽ അതിനേക്കാളെല്ലാം വലുതല്ലേ മനുഷ്യന് ലഭിക്കാനുള്ള ഓക്സിജൻ. വായു അങ്ങനെയല്ല, ഓരോ സെക്കൻഡിലും എനിക്ക് ഓക്സിജൻ ലഭിക്കണം. അത് മണിക്കൂറുകൾക്കിടയിൽ പോരാ, അതേ ദിവസങ്ങൾക്കിടയിൽ പോരാ. അതുകൊണ്ട് തന്നെയല്ലേ അല്ലാഹു ജല്ല ജലാലുഹു വെള്ളം സൃഷ്ടിച്ചു. പക്ഷേ അത് കിട്ടാൻ കുറച്ച് പണിയുണ്ട്. വെള്ളം അതിവിടെ എത്തണമെങ്കിൽ തന്നെ അത് ഒഴിച്ചു വെക്കാൻ ഒരു പാത്രം വേണം. അതുപോലെ അത് കിട്ടാൻ നമുക്ക് കിണർ ഒഴിക്കണം, അല്ലെങ്കിൽ മേൽഭാഗത്ത് നിന്ന് മഴ പെയ്ത് കിട്ടണം. ഏതെങ്കിലും വിധത്തിൽ ആ വെള്ളം കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്, അതിന് പണം ചെലവുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ഭക്ഷണവും അതുപോലെ തന്നെ അതിന് കൃഷി വേണം, അതിനൊരുപാട് ഒരുക്കം വേണം, ഒരുപാട് പണം വേണം, ഒരുപാട് തൊഴിലാളികൾ വേണം. അങ്ങനെയല്ലാതെ ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ എത്തുന്നില്ല. എന്നാൽ വളരെ എളുപ്പത്തിൽ എല്ലാ മനുഷ്യർക്കും ഭൂമിയിലുള്ളവർക്കെല്ലാം അവരെവിടെ പോയാലും
അവര് മലയുടെ മേലെ ആയാലും, അതേ കടലിലൂടെ മത്സ്യം പിടിക്കാൻ വേണ്ടി പോയാലും, അങ്ങാടിയിലായാലും, അതേ ഗ്രാമപ്രദേശത്തായാലും, അതേ അവനെവിടെയായാലും അവിടെയെല്ലാം ഒരു പാത്രമില്ല, ഒരു സഞ്ചിയില്ല, ഒന്നുമില്ല, ആരുമില്ല, ഒരു നയാകാശം ചെലവില്ല. ഓരോ സെക്കൻഡിലും ഓക്സിജൻ നൽകുന്നു അല്ലാഹ്. ആ ഒരൊറ്റ ഓക്സിജൻ മാത്രം റബ്ബ് തരുന്നതിന് അവനോട് എത്ര സ്നേഹം വേണം. വിസ തന്നവനോട് സ്നേഹമില്ലേ നിനക്ക്? പണി തന്നവനോട് സ്നേഹമില്ലേ നിനക്ക്? ജോലി തന്നവനോട് സ്നേഹമില്ലേ നിനക്ക്? ലാഭമുള്ള കച്ചവടത്തിൽ കൂറുകൂട്ടിയവനോട് സ്നേഹമില്ലേ നിനക്ക്? പഠിപ്പിച്ച ഗുരുനാഥനോട് സ്നേഹമില്ലേ നിനക്ക്? നിന്നെ പോറ്റി വളർത്തിയ ബാപ്പ ഉമ്മയോട് സ്നേഹമില്ലേ നിനക്ക്? നിന്റെ സുഹൃത്തിനോട് സ്നേഹമില്ലേ നിനക്ക്? അതേ, അങ്ങനെ നിനക്ക് കാര്യം കിട്ടുന്ന പലരോടും സ്നേഹമുണ്ടല്ലേ? അവരെ കൊണ്ടെല്ലാം നിനക്ക് കാര്യം കിട്ടുന്നുണ്ട്. എന്നാൽ അവർക്കെല്ലാം നിന്നെ കൊണ്ട് അങ്ങോട്ടും കാര്യമുണ്ട്. എന്തേ? അതേ, എൻ്റെ ബാപ്പ ഉമ്മ, ആ ബാപ്പ ഉമ്മയിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് കാര്യം കിട്ടിയിട്ടുണ്ട്. അവരെന്നെ എന്തിനാ പോറ്റി വളർത്തിയത്? എന്നെ കൊണ്ടവർക്ക് അങ്ങോട്ട് കാര്യം കിട്ടാനാണ്. അവർക്ക് എന്തേ കാര്യം കിട്ടേണ്ടത്? അത് എൻ്റെ ഏത് പ്രവൃത്തി ഉണ്ടെങ്കിലും, ഞാൻ നിസ്കരിച്ചാൽ എൻ്റെ ബാപ്പക്ക് പ്രതിഫലം ലഭിക്കും, ഞാൻ നോമ്പെടുത്താൽ എൻ്റെ ഉമ്മക്ക് പ്രതിഫലം ലഭിക്കും, ഞാൻ എന്ത് സൽക്കർമ്മം ചെയ്താലും എൻ്റെ ബാപ്പ ഉമ്മക്ക് അതിൻ്റെ കാരണക്കാരെന്ന നിലക്ക് പ്രതിഫലം ലഭിക്കും. അവരുടെ പേരിൽ ഞാൻ പ്രത്യേകം ചെയ്യുന്ന സദഖയോ ഖുർആനോത്തോ ദിക്റോ ദുആയോ അത് പ്രത്യേകിച്ചും അവർക്ക് അതേപോലെ തന്നെയോ അതിന് തുല്യമോ ലഭിക്കും. സുഹൃത്തുക്കളെ, അതേപോലെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിനവർക്ക് ഫലം ലഭിക്കും. എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയ മാസമാണ് റജബ്. അല്ലാഹുവേ, എന്നെ പോറ്റി വളർത്തി, എനിക്ക് ചെറുപ്പത്തിൽ ഭക്ഷണം വാരിത്തന്ന് എന്നെ തീറ്റിച്ച് പോറ്റി വളർത്തിയ, എന്നെ കുളിപ്പിച്ച് തുടച്ചു തന്ന, എനിക്ക് വസ്ത്രമണിയിച്ചു തന്ന, എന്നെ പിടിച്ച് ചുംബിച്ചിരുന്ന, എന്നെ മടിയിൽ കിടത്തിയിരുന്ന, എനിക്ക് മുലയൂട്ടിയിരുന്ന, എന്നെ പോറ്റി വളർത്തിയ എൻ്റെ ഉമ്മയോട് എൻ്റെ കടപ്പാടെപ്പോഴാണ് തീർക്കാൻ കഴിയുക? ഓ ചെറുപ്പക്കാരാ, ഇതേ ചിന്ത നിന്റെ മനസ്സിലും വേണം കേട്ടോ. ഏത് വ്യക്തിയുടെയും മനസ്സിൽ വേണം കേട്ടോ. ഉമ്മയോടുള്ള കടപ്പാട് തീരൂല. അതേ, എന്നെ പോറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് എത്രയാണ് വിയർപ്പൊലിപ്പിച്ചതെന്റെ ബാപ്പ, എത്രയാണ് അധ്വാനിച്ചതെന്റെ ബാപ്പ. ആ ബാപ്പ എനിക്ക് വേണ്ടി എത്രയാ കരഞ്ഞത്, എത്രയാ ചുമലിലിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയത്. അതേ, ചെറിയൊരു ഓപ്പറേഷൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നടന്നപ്പോ, ഞാൻ ബോധം കെട്ട് കിടക്കുന്ന സമയത്ത് ബാപ്പ എത്രയാ പൊട്ടിക്കരഞ്ഞത്. എല്ലാ ബാപ്പ ഉമ്മമാരും ഇങ്ങനെ തന്നെയല്ലേ യുവാക്കളെ? ആ ബാപ്പ ഉമ്മയെ മറന്നു പോകല്ലേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിനങ്ങളുണ്ടാകല്ലേ. അവരെ അനുസരിക്കാത്തൊരു ജീവിതം നമുക്കുണ്ടാകല്ലേ. അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും അവരെ വിസ്മരിക്കല്ലേ. അല്ലാഹുവേ, ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ ഉമ്മ ബാപ്പമാർ, അവരുടെ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാ. അവരെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവരും ഞങ്ങളുമൊക്കെ നിന്റെ പാവപ്പെട്ട അടിമകളാണ്. അവരുടെയോ ഞങ്ങളുടെയോ ദൗർബല്യം കൊണ്ട് പിശാചി വഞ്ചിച്ചിട്ടോ തടിയവക്ക് വഴിപ്പെട്ടിട്ടോ എന്ത് തെറ്റുകൾ വന്നെങ്കിലും മാപ്പാക്കി രക്ഷപ്പെടുത്തണേ അല്ലാ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഓ സുഹൃത്തുക്കളെ, നമ്മൾ ഓർക്കണം, ആ ബാപ്പക്കും ഉമ്മക്കും നമ്മിൽ നിന്ന് റിട്ടേൺ കിട്ടേണ്ടതുണ്ട്. ഒരു മുതലാളി തൊഴിൽ കൊടുക്കുമ്പോ ആ തൊഴിലുകാളി ജോലി ചെയ്തിട്ട് മുതലാളിക്ക് ലാഭം കിട്ടേണ്ടതുണ്ട്. അതേ, മുതലാളിക്ക് അതിൽ റിട്ടേൺ കിട്ടാനുണ്ട്. ഇനി ആരെ നിങ്ങൾ എടുത്തു? എൻ്റെ ശിഷ്യന്മാർക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പോ അവരുടെ പ്രാർത്ഥന ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവര് വളർന്നൊരു പണ്ഡിതനായിട്ട് അവർ ഇൽമ പ്രചരിപ്പിക്കുമ്പോൾ ആ വകയിൽ ഒരു പ്രതിഫലം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് കാര്യം കിട്ടണമെന്ന് ചിന്തിക്കാതെ ഞാനുണ്ടോ ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നു? നിങ്ങളുണ്ടോ ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നു?
ഒന്നുകിൽ ദുനിയാവിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ ഗുണം ലഭിക്കണമെന്ന ചിന്തയില്ലേ? എന്നാൽ അങ്ങോട്ടൊരു ഗുണവും ലഭിക്കുന്നില്ല, റിട്ടേണൊന്നും കിട്ടുന്നില്ല, ഒരാളിലേക്കും ആവശ്യമില്ല. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിസ്കുർ ലില്ലാഹ് വമൻ യസ്കുർ ഫഇന്നമാ യസ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. അള്ളാഹുവിന് നന്ദി ചെയ്താൽ നന്ദി ചെയ്യുന്നവന്റെ ഗുണത്തിന് വേണ്ടിയാണ്. അവന്റെ നന്ദി കൊണ്ട് അള്ളാഹുവിനൊന്നും കിട്ടാനില്ല.